സുഹൃത്തുക്കളെ, ഞാൻ അന്ന് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അസ്നൽ മതാലിബും അതുപോലെ ഖതീബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഗ്നിൽ മുഹ്താജും ഒക്കെ എടുത്തുദ്ധരിച്ചിരുന്നു. തൽഖീൻ ചൊല്ലൽ സുന്നത്താണ് എന്നതിന് ഖുർആനിൽ തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും എന്ന് ഖുർആനിൽ പറഞ്ഞു. ഏറ്റവും മനുഷ്യൻ മറന്നുപോകാൻ സാധ്യതയുള്ള രണ്ട് സമയമാണ്. ഒന്ന് മരണം ആസന്നമായ സമയവും ഖബറിൽ എത്തുന്ന സമയവും. മരണം ആസന്നമായ സമയം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോകത്തോടും കുടുംബത്തോടും വിട പറയുന്ന സമയം ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതേപോലെ ഖബറിൽ പോയി കിടക്കുന്ന സമയം, ഒറ്റക്ക് പോയി കിടക്കുന്ന സമയം, അവിടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതാണ് മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നതും അതുപോലെ ഖബറിൽ കിടക്കുന്ന മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതും ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ആ വ്യാപ്തിയിൽപ്പെട്ടതാണെന്ന് ഇമാമിയങ്ങളെല്ലാം പറഞ്ഞു. വേറെ തെളിവുകൾ വേറെ ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെ തൽഖീൻ ചൊല്ലുന്ന പതിവ് അവർക്കില്ല. എന്നാൽ നമ്മളൊക്കെ മയ്യിത്ത് മറമാടി പോരുമ്പോ മയ്യിത്തിന് വേണ്ടി ഖബറിന്റെ അടുക്കൽ വെച്ചൊരു ദുആ നടത്താറുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്ന കാലത്ത് അറബിയിലോ മലയാളത്തിലോ ഇവിടെ മൗലവിമാര് ദുആ ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ മലയാളത്തിൽ ഖബറിന്റെ അടുക്കൽ വെച്ച് പോരുന്ന സമയത്ത് ഒരു ദുആ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതെവിടുന്ന് കിട്ടി? 30 കൊല്ലം മുമ്പ് ഇല്ലാത്തത് അവർക്ക് ഇപ്പോൾ എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അവർ അതിന് നിർബന്ധിതരായി എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അവരെത്തിച്ചു. പഴയ കാലത്ത് ഖബറിന്റെ സമീപത്ത് സുന്നികളൊക്കെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ റമദാൻ 27-നും പല സമയത്തും സിയാറത്തിന് ധാരാളം പോകുന്ന പതിവുണ്ട്. അന്ന് മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. ഇപ്പോൾ അവരും വെള്ളിയാഴ്ചയും മറ്റും സിയാറത്തിൽ വരുന്ന ഒരു പതിവ് തുടങ്ങിയിട്ടില്ലേ എന്ന് നിങ്ങൾ വാഴക്കാട്ടുകാരോട് ചോദിക്കുക. ഇല്ലേ, അങ്ങനെ തുടങ്ങിയിട്ടില്ലേ? വാഴക്കാട് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മാറ്റങ്ങൾ വരുമ്പോ ജനങ്ങളോട് ഇപ്പോഴും അവരുടെ ചില നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നി പണ്ഡിതന്മാർക്ക് മാറ്റം വരുന്നു എന്നാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. സുന്നി പണ്ഡിതന്മാർക്ക് യാതൊരു മാറ്റവും ഇന്നേവരെയും വന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ വരികയും ഇല്ല. അത്